ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷ അതിൽ 1-ാം ക്ലാസ്സിലെ തഫ്ഹീമു തിലാവയുടെ ഒരു മോഡലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. കുട്ടികളോട് പ്രത്യേകം പറയേണ്ടത്, ചില കുട്ടികൾ ധൃതി പിടിച്ച് ചോദ്യം മനസ്സിലാകാതെ ഉത്തരങ്ങൾ എഴുതും. അപ്പോൾ കുട്ടികളോട് ഉസ്താദിനോട് കൃത്യമായി ചോദിച്ച് ചോദ്യം മനസ്സിലായതിൻ്റെ ശേഷമേ ഉത്തരം എഴുതാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഉത്തരം അറിയാം, പക്ഷേ ചോദ്യം അറിയാത്തതിൻ്റെ പേരിൽ വിട്ടുകളയും. അപ്പോൾ അത് വ്യക്തമായി പറയണം. നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ കേൾക്കുന്ന നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ള ആളുകൾക്ക് എത്തിക്കാനും, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നോ വളരെ നന്നായിട്ടുണ്ടോ എന്ന് അറിയിക്കാൻ മറക്കരുത്. നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത്തത്, ഇതൊരു മോഡലാണ് കേട്ടോ. ചിത്രം നോക്കി വിട്ട ഭാഗം പൂരിപ്പിക്കാം. അപ്പോൾ ഇതിൽ ഒരു 5 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു കുതിരയുടെ, പേനയുടെ, അങ്ങനെ പൂട്ടിൻ്റെ, അങ്ങനെ കുറച്ച് ചിത്രങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ പാഠഭാഗത്തിൽ കുട്ടികൾക്ക് പുസ്തകത്തിൽ പഠിപ്പിച്ച ആ ചിത്രങ്ങളും അതിൻ്റെ പേരുകളും നമ്മൾ പഠിപ്പിക്കണം എല്ലാം. ഇതൊരു മോഡലാണ്, ഇതുപോലെ വരും. അപ്പോൾ ചിത്രം നോക്കി അതിൻ്റെ പേര് എഴുതാം. ഇത് ചിത്രം നോക്കി അതിൻ്റെ പൂരിപ്പിക്കാനുണ്ടാവുക. ഇപ്പോൾ ഹൈലുൻ, അടുത്തത് ലമുൻ ഉണ്ട്, അവിടെ ക ചേർക്കാനുണ്ടാവും വാക്കുകൾ, വിട്ട സ്ഥലം ചിത്രങ്ങൾ നോക്കിയിട്ട്. അടുത്തത് ലൊബിയുൻ, അടുത്തത് ഗലഖുൻ, അഞ്ചാമത്തത് ദബ്ബുൻ, ഇങ്ങനെ. അപ്പോൾ ചിത്രങ്ങൾ മേലെ കൊടുത്ത് അതിൻ്റെ പേരുകൾ പകുതി കൊടുക്കും വിട്ടിട്ട്. അപ്പോൾ അതും കുട്ടികൾക്ക് ശീലിപ്പിക്കാം നിങ്ങൾ അതേപോലെ എഴുതിയിട്ട് കുട്ടികളെ കൊണ്ട്. പിന്നെ രണ്ടാമത്തത്, ചിത്രങ്ങളുടെ പേരുകൾ അറബിയിൽ എഴുതാം. ചിത്രങ്ങൾ മാത്രം കൊടുത്തിട്ടുണ്ടാവും, എന്നിട്ട് അതിൻ്റെ പേരുകൾ എഴുതാൻ പറയും അറബികൾ. അപ്പോൾ അതും നിങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ പേരുകൾ എഴുതാൻ പറയാം. എഴുത്തന്നെ പരിശീലനം നൽകണം, കേട്ടാൽ പോരാ എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അതുപോലെ സ്ലേറ്റിൽ നോക്കി താഴെ എഴുതാം. കുട്ടികളെ കൈ എഴുത്ത്, അതുപോലെ എഴുത്ത് ക്ലിയർ ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എഴുത്തുകൾ 4-5 വാക്കുകൾ കൊടുക്കുക. അത് അതേപോലെ ലൈൻ കൊടുത്തിട്ടുണ്ടാവും, അതിൽ എഴുതുക നല്ല വൃത്തിയായിട്ട്. ഇത് കുട്ടിയോട് അങ്ങനെ പറയാം, നല്ല വൃത്തിയിൽ എഴുതാൻ വേണ്ടിയിട്ട്. അത് മാർക്ക് പരിഗണിക്കോടെ. അതുപോലെ അക്ഷരങ്ങളെ കൂട്ടി എഴുതാം. അക്ഷരങ്ങൾ ഇവിടെ ഒറ്റയാക്കി കൊടുത്തിട്ടുണ്ട്. ഫ, ഖി, യ, റൻ, ഫഖീറുൻ, വീലത്തുൻ. ഇവിടെ ഒറ്റ അക്ഷരങ്ങളാക്കിയിട്ടാണ് കൊടുത്തത്. അതിനെ കൂട്ടി എഴുതാൻ കിതാബിലൊക്കെ ഉള്ളതുപോലെ പരിശീലിപ്പിക്കുക കുട്ടികൾക്ക്. അപ്പോൾ ഇതിലിപ്പോൾ 3 വാക്കുകളാണ് കൊടുത്തത്. അതുപോലെ കൂടുതൽ വാക്കുകൾ നിങ്ങൾക്ക് എന്താവാം, പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ അടുത്തത്, വിട്ട ഭാഗങ്ങൾ ലാപ്ടോപ്പിൽ നിന്നും എടുത്ത് എഴുതാം. ഇതിപ്പോൾ ഒരു ലാപ്ടോപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ അവിടെ വേറെ എന്തെങ്കിലും രൂപത്തിലായിരിക്കും, മേലെ 4 അക്ഷരങ്ങൾ മാത്രമായിട്ട് കൊടുക്കും. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ചോദിച്ചാൽ ഇതിന് മഗ്രിബുൻ, ഹിസസുൻ, ദിർസുൻ, ഹാത്തിഫുൻ, ഇതുപോലെ നിങ്ങൾക്ക് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കാം. അടുത്തത് അറബി മലയാളം, ദുറൂസ് അറബി മലയാളം. അതിലും അങ്ങനെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ മേലെ ഒരു 6 ചിത്രങ്ങൾ കൊടുക്കും. ചിത്രത്തിൻ്റെ പേര് അറബി മലയാളത്തിൽ എഴുതാം. അറബി മലയാളത്തിൻ്റെ പേര് എഴുതാൻ ചിത്രങ്ങൾ കൊടുത്തിട്ട് എമു, മാങ്ങ, കണ്ണ്, ഗുളിക, മരം, ചക്ക, ഇതുപോലെ. ഇനി അടുത്തത്, താഴെ കൊടുത്ത പദങ്ങളിലെ വിട്ട അക്ഷരങ്ങൾ ചേർത്ത് പൂരിപ്പിക്കാം. ചിലപ്പോൾ അക്ഷരങ്ങൾ മേലെ കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ കൊടുക്കാതെ ഉണ്ടാവും. അപ്പോൾ അതും പരിശീലിപ്പിക്കുക. അതേപോലെ നിങ്ങൾ ഏലം, ഓല, വള, മഴു, മുഖം, വടി, ഘടികാരം, മഴ പെയ്തു, വാഴ കുലക്കും, ഇങ്ങനെ നിങ്ങൾക്ക് മോഡൽ കൊടുക്കാം. അടുത്തത് നിങ്ങൾ നോക്കൂ, പദങ്ങൾ നോക്കി എഴുതാം. അറബി മലയാള പദങ്ങൾ മേലെ കൊടുത്ത് അതേപോലെ വൃത്തിയിൽ എഴുതാൻ ഉണ്ടാവും. അതുപോലെ അടുത്തത് നിറം കൊടുക്കാം. അല്ലേ, ഉപ്പ പണം തന്നു. അപ്പോൾ ഏറ്റവും ചിലപ്പോൾ കിതാബിലൊക്കെ നിറം കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കും. അതിൻ്റെ വൃത്തിയിൽ തന്നെ പിന്നെ നിറം കൊടുക്കുക. അടുത്തത് ദീനിയാത്ത്. അത് പിന്നെ ചോദ്യങ്ങൾ സാധാരണ മാറാൻ സാധ്യത കുറവാണ്. ഇതൊക്കെ മുമ്പ് നമ്മൾ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങളുടെ പേരെന്ത്, നിങ്ങളുടെ പിതാവിൻ്റെ പേര്, ഉമ്മയുടെ പേര്, ജനിച്ചത് എവിടെ, വഫാത്തായത് എവിടെ, നമ്മ പഠിച്ചത് ആര്, അങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക കുട്ടികളോട്. ഇവിടെ ഇപ്പോൾ കുറച്ച് മോഡലായിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 7 ചോദ്യങ്ങൾ. നമുക്ക് വേണ്ടി പഠനോപകരണങ്ങൾ വാങ്ങിത്തരുന്നത് പിതാവാണ്, എന്നാൽ നമുക്ക് അറിവ് പഠിപ്പിച്ച് തരുന്നത് ആരാണ്? നാം മനുഷ്യരാണല്ലോ, നാം നിസ്കരിക്കാറില്ലേ, ആരാധനക്കർഹൻ ആരാണ്? ഇപ്പോൾ മറ്റുള്ള രൂപത്തിലും വരാൻ സാധ്യതയുണ്ട്. ലോകം മൊത്തം പഠിച്ചത് ആരാണ് അങ്ങനെയൊക്കെ ചോദിക്കാം. നാം ജനിച്ച സ്ഥലം നമുക്കറിയാമല്ലോ, നമ്മുടെ നബി ഞങ്ങൾ ജനിച്ചത് എവിടെയാണ്? നമുക്ക് കൂട്ടുകാരില്ലേ, നാം കൂട്ടുകാരാക്കേണ്ടത് ആരെയാണ്?
നമ്മുടെ പേരുകൾ നമുക്കറിയാം, എന്നാൽ നമ്മുടെ നബിയുടെ പേരെന്താണ്? അങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഇതിൽ കാണാം മോഡൽ കൊടുത്തിട്ട്. അടുത്തത് തഫീമുത്തിലാവ. തഫീമുത്തിലാവ ബുക്ക് ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. അതിൽ കുറച്ച് ടഫായിട്ടുള്ള വാക്കുകളായിരിക്കും വരിക. അപ്പോൾ നിങ്ങളെ ബുക്കിൽ ഏതാണ് കുറച്ച് ടഫുള്ള വാക്കുകളൊക്കെ കുറിച്ച് കൊടുക്കുക. അവസാനം കുറച്ച് വാക്കുകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഇതൊരു മോഡലാണ്. അല്ലാഹു സമദ്, ഫല്യഅബ്ദു റബ്ബഹും, മശ്ഗൂലുൻ, ഇഫ്താറുൻ, പിന്നെ 5 ഭരണി, അങ്ങനെ ഓരോന്നും ഇവിടെ പിന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യാം, കിതാബിൽ നിന്ന് നിങ്ങൾക്ക് ഉദാഹരണം കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നോക്കൂ, നിങ്ങൾ ചിത്രം നോക്കി പേര് എഴുതാം. അവിടെ ചിത്രങ്ങൾ അറബി മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പേര് എഴുതാനുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടാമത്തത് വിട്ട ഭാഗം പൂർത്തിയാക്കാം. അവിടെ അക്ഷരങ്ങൾ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടോ കൊടുക്കാതെ ഉണ്ടാവും. അത് നിങ്ങൾ മോഡ് കാണുന്നുണ്ടല്ലോ, അതേപോലെ ഒരു മോഡൽ കൊടുക്കുക നിങ്ങൾ കുട്ടികൾക്ക്. അടുത്ത താഴെ മൂന്നാമത്തത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ടാവും, അതിനെ അറബി മലയാളമാക്കുക, പുള്ളികളൊക്കെ ഇട്ട് അതുപോലെ പരിശീലിപ്പിക്കണം കുട്ടികൾക്ക്. ഇത് ചിലപ്പോൾ കുറച്ച് കട്ടിയുള്ള വാക്കായിരിക്കും. പിന്നെ പക്ഷികൾ പറന്നു, സംഭാവന സഫലം, പണം വേണം, ഇത് മലയാളത്തിൽ എഴുതിയിട്ട് അറബി മലയാളമാക്കുക. അല്ലെങ്കിൽ അറബി മലയാളത്തിലുള്ളത് അങ്ങനെയൊക്കെ തിരിച്ചൊക്കെ ഉണ്ടാവും അതിൽ. പിന്നെ അറബി മലയാളം അക്ഷരമാക്കാം. ഇപ്പോൾ അറബിയിൽ ഒരു ഹാ പോലെ കൊടുത്തിട്ടുണ്ട്, അതിനെ ച ആക്കണം. അപ്പോൾ എവിടെയാണ് പുള്ളിയിടേണ്ടത്, എത്ര പുള്ളി ഇടണം. അതുപോലെ ഐന് മാത്രം കൊടുത്തിട്ടുണ്ട്, അവിടെ ങ എന്നാക്കണം. അതുപോലെ സ്വാദ് കൊടുത്തിട്ടുണ്ട്, അതിനെ പിന്നെ ള എന്നാക്കണമെങ്കിൽ എത്ര പുള്ളി എവിടെയൊക്കെ വേണം. ആ പരിശീലനമൊക്കെ അങ്ങനെ ഇതുപോലെ ഇതിൽ കാണുന്ന പോലെ കൊടുക്കുക. അതുപോലെ കേട്ടെഴുതാം 5. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിളി കേൾക്കണം, ഇത് മലയാളത്തിലാണ് കൊടുത്തിട്ടുള്ളത്, കുട്ടികൾ എഴുതണം. പൊങ്ങച്ചം പാടില്ല, അള്ളാഹു ഒരുവനാണ്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. അവസാനത്തതിന് വേറെ കുറച്ചും കൂടി മോഡൽ കൊടുത്തിട്ടുണ്ട്. തഫീമുത്തിലാമയുടെ ചിത്രം നോക്കി പേര് വായിക്കാം. ചിത്രം നോക്കിയിട്ട് എൻ്റെ പേര് പറയണം, എഴുതണമെന്നില്ല, വായിക്കാം. ഇത് താഴെ എഴുതാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വായിക്കാം, എഴുതാം. വായിക്കും വേണം, അപ്പുറത്ത് എഴുതും വേണം. മിഷ്കാത്തുൻ, ഉനുഖുൻ, ഹീതാനുൻ, ദറൂറുൻ, ദുറൂഉൻ, ഇങ്ങനെ എന്ത് ചെയ്യാം. അതുപോലെ ജുർജുൻ, ദുൻതിഖാമിൻ. അടുത്തത് അവസാനം കാണുന്നതാണ് ആ ലാപ്ടോപ്പിൽ എൻ്റെ അക്ഷരങ്ങളുടെ വിട്ട ഭാഗത്ത് ചേർക്കേണ്ടത്. അതേപോലെ ഇതിപ്പോൾ ഉദാഹരണമാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ വരച്ച് കുറച്ച് അക്ഷരങ്ങൾ ഇതിൽ കൊടുക്കുക, ബാക്കി കുട്ടികളെ കൊണ്ട് പൂരിപ്പിക്കാം. അപ്പോൾ ഇത്രയും വിഷയങ്ങളാണ് നമ്മുടെ കുട്ടികൾക്ക്. അല്ലാഹു ഉന്നതമായ വിജയം നൽകട്ടെ.